ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അവിടെ സ്റ്റാപ്ലർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഫ്രണ്ടിൽ ഉള്ളത് നമുക്ക് എന്തിട്ടാന്ന് വരയ്ക്കാം. ഞാൻ സ്കെച്ച് എടുത്തിട്ടുണ്ട്. ബ്ലാക്ക് പിങ്കിനെ വരയ്ക്കാമെന്ന് വെച്ചാൽ ബ്ലാക്ക് പിങ്കിൻ്റെ മോഡല്, പക്ഷെ എൻ്റെ ഒരു ബ്ലാക്ക് ഇല്ല. അപ്പം ഞാൻ വേറെ എന്തെങ്കിലും ഐസ്ക്രീമിൻ്റെ ഐസ്ക്രീം വരയ്ക്കും. അപ്പോൾ ഞാനിവിടെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇതിലുള്ള സാധനങ്ങൾ നമുക്ക് ഇടാം. ഒരു സാധനങ്ങളൊന്നുമില്ല, എൻ്റെ തന്നെ സാധനങ്ങൾ, ഞാൻ ഉപയോഗിക്കാത്ത കുറച്ച് സാധനങ്ങൾ. അപ്പോൾ ഒരുപാടൊക്കെ ഉപയോഗിച്ചല്ല എനിക്ക് സാധനങ്ങളാണ്. അപ്പോൾ അങ്ങനെ വെറുതെ വീട്ടിലൊരു ഫൺ ടൈമിനൊക്കെ ഉണ്ടാക്കുന്നതാണ്. ഞാൻ കുറേ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ കുറേയൊക്കെ ഒഴിച്ചിട്ട് പോയി അതിനെ പൊട്ടിച്ച് ഇതിൽ കുറേ ക്ലിപ്പുണ്ട്. ക്ലിപ്പുകൾ പേന പെൻസിലാണ് തയ്ക്കാനും. നെയിം സ്ലിപ്പ് ഉണ്ട് കേട്ടോ, ഒരു ഫ്ലവറിൻ്റെ. പിന്നെ ഇതൊരു പേനയാണ്. അതെനിക്ക് ഈ സൈഡിൽ കുറേ അച്ചുകളുണ്ട്. അച്ചു വെച്ചിട്ട് ഓരോ ഭംഗിയുള്ള വട്ടങ്ങൾ അങ്ങനെ അത് ഓടിച്ചപ്പോൾ എനിക്ക് അതിന് കൂടി കിട്ടിയ പേനയാണ്. ഇതിന് കുറേ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായി അമ്മച്ചി കഴിച്ചു തോന്നുന്നു. അതിനെ വെറുതെ ഭംഗിക്ക് വേണ്ടിയിട്ടു. പിന്നെ ഇത് 2 ക്ലിപ്പ്. അതുകൊണ്ട് കഴിഞ്ഞ 2025 ബർത്ത്ഡേക്ക് എനിക്ക് എൻ്റെ കൂട്ടുകാരി ഗിഫ്റ്റ് തന്നതിലുള്ള ക്ലിപ്പാണ്. കുറച്ച് വലിയ മുടിയുണ്ട്, ഇത് മുടിയിൽ നിൽക്കുന്നില്ല, അപ്പം ഞാൻ ഇട്ടാണ്. പിന്നെ ഇങ്ങനെ 2 ക്ലിപ്പ്. ഇതിൻ്റെ വേറൊരു കളറുണ്ട്, പിങ്ക്. അതാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യാറ്. ഇതധികം യൂസ് ചെയ്യാറില്ല. പിന്നെ അതിട്ടു. പിന്നെ ഒരു പിങ്ക് 2 ബണ്ണി. ഇത് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഈ പിങ്ക് ആയതുകൊണ്ട് അധികം യൂസ് ചെയ്യാറില്ല. പിന്നെ എൻ്റെ ബ്ലൂം വെച്ചിട്ടാണ് ഞാൻ സ്കൂളിൽ കിട്ടുവാണ്. പിന്നെ നെയിം സ്ലിപ്പ് ഉണ്ട്. പിന്നെ ഈ ഒരു ക്ലിപ്പാണ്. ഇതെൻ്റെ ആൻറ്റി ഉണ്ടാക്കിയ ക്ലിപ്പാണ്. ഈ തുണിയിൽ തന്നെ ഒരു ഡ്രസ്സുണ്ട്. അതെൻ്റെ കഴിഞ്ഞ കൊല്ലത്തെ ബർത്ത്ഡേക്ക് തന്നെ ഉണ്ടാക്കി തയ്ച്ചതാണ് ആൻറ്റി. അപ്പം അതിൻ്റെ കൂടെ ഈ ക്ലിപ്പ് കൂടി തയ്ച്ചു. ഞാൻ യൂസ് ചെയ്യാറില്ല, ഞാനിട്ടു. പിന്നെ ഇതൊരു കീച്ചെയിനാണ്. കീച്ചെയിൻ അധികം പൊതുവേ യൂസ് ചെയ്യാത്ത ഒരാളാണ്. ഇതെനിക്ക് കാറ്റലിസം ക്ലാസ്സിൽ ക്രിസ്മസ് ഫ്രണ്ട് എടുത്തപ്പോൾ കിട്ടിയതാണ്. അപ്പോൾ ഇത് ഞാൻ അതിലിടാൻ പോകുന്നു. പിന്നെ ഇതും എൻ്റെ 7ാം വയസ്സിലത്തെ ബർത്ത്ഡേക്ക് ഞങ്ങളുടെ ഇതേപോലത്തെ ഒരു തുണിയിലത്തെ ഡ്രസ്സ് ഉണ്ടായിരുന്നു. ആ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഷിനാലി ഉണ്ടാക്കിയൊരു ക്ലിപ്പാണ്. ഇതിൻ്റെ ബാക്കിലങ്ങനെ സാധാ ക്ലിപ്പ് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ അത് രണ്ടും. പിന്നെ കമ്മിലാണ്. ഇത് ഞങ്ങൾ ബസ്സിൽ ഫ്രണ്ട്സായിട്ട് ക്രിസ്മസ് ഫ്രണ്ട് എടുത്തത്. ഞങ്ങൾ 4 പേരാണ്. അപ്പോൾ എനിക്ക് കിട്ടിയ സന എന്ന് പറഞ്ഞു വിട്ടാണ്. അവൾ 4ാണ്. അപ്പോൾ അവളെനിക്ക് ഗിഫ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ കമ്മിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം ഞാൻ പൊതുവേ കമ്മിലൊന്നും മാറ്റിടാറില്ല. അപ്പം ഞാൻ ഇങ്ങനെ കമ്മിൽ വേണമെങ്കിൽ പൊളിച്ചിട്ട് എടുക്കാനും ആർക്കും കൊടുക്കാൻ പാടില്ലല്ലോ. അപ്പോൾ കമ്മിൽ ഞാൻ ഇതിൽ വെറുതെ വെച്ചിട്ടുണ്ട്. എനിക്ക് ഇങ്ങനത്തെ കമ്മിലൊക്കെ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിട്ടുണ്ട്. പിന്നെ ഇങ്ങനത്തെ 2 ക്രാബാണ്. ഇതിങ്ങനത്തെ ഞാൻ യൂസ് ചെയ്യാറില്ല. ഇങ്ങനെ ഒട്ടും മുടി കെട്ടാം, അതുകൊണ്ട് ഇതിനെ യൂസ് ചെയ്യാറില്ല. അതുകൊണ്ട് ഇതോടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് വെറുതെ ഇങ്ങനെ സ്റ്റിക്കർ ഉള്ളൊരു പേപ്പർ. പിന്നെ ഇതിൽ ഞാൻ വെറുതെ ഒരു നേഹ എഴുതിയുണ്ട്. ഇതിലേലിട്ട് നേഹ ലിങ്കിങ്. പിന്നെ ഈ ഒരു ബട്ടർഫ്ലൈൻ്റെ ക്ലിപ്പാണ്. ഇതൊക്കെ പപ്പ പഠിച്ചതാണ്. ഇതിൽ ഞാൻ അധികം കുത്താറൊന്നുമില്ല. സ്കൂളിലേക്ക് പോകുമ്പോൾ ഇങ്ങനത്തെ ക്ലിപ്പ് കുത്താൻ പാടില്ല. അപ്പോൾ ഞാൻ കുത്താറില്ല, അത് യൂസ് ചെയ്യാറില്ല. അത് മുടി ഇതും കെട്ടും. പിന്നെ ഒരു 1 പെൻസിൽ പിങ്കാണ്. ഇതൊക്കെ സ്കൂളിൽ നിന്ന് ഓരോരുത്തരുടെ ബർത്ത്ഡേക്ക് കിട്ടിയതാണ്. പിന്നെ 1 ഇറേസർ, ഒരു റബ്ബർ.
ഇത്രയാണ് ഞാൻ ഈ ബ്ലൈൻഡ് ബാഗിൽ ഇടാൻ പോണത്. അപ്പോൾ നമുക്കിടാം. എൻ്റെ കയ്യിൽ പഞ്ഞിയില്ല, അല്ലെങ്കിൽ എൻ്റെ ഒരു ബൊമ്മയൊക്കെ പഞ്ഞി എടുത്ത് ഇടയായിരുന്നു. പക്ഷെ എൻ്റെ ബൊമ്മ കാണാണ്ട് ഗൈസ്. അപ്പം ഞാൻ പഞ്ഞി അല്ലെങ്കിൽ ഒരു ഇങ്ങനെ സ്ക്വിഷി പോലെ അതുപോലെ സ്ക്വിഷി ഉണ്ടാക്കണം. പിന്നെ അല്ലെങ്കിൽ സ്ക്വിഷി പോലെ പഞ്ഞി ഇങ്ങനെ പറക്കണേക്കാട്ട് മുമ്പ് നെക്കി കയറി. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബ്ലൈൻഡ് ബാഗ് കിട്ടുമ്പോൾ അതിൽ പഞ്ഞിട്ടിട്ട് ഇങ്ങനെ തുറക്കണേക്കാട്ട് മുമ്പ് ഇങ്ങനെ നെക്കി കളിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ദേ ഇവിടെ കീച്ച് ഇതിൻ്റെ പിന്നിൽ ഈ ക്രിസ്മസ് പാപ്പിയും മുമ്പിൽ ഈ ക്രിസ്മസ് പാപ്പിയും. രണ്ട് സെല്ലും വേറെ വേറെ ക്രിസ്മസ് പാപ്പയായിട്ടാണ്. ഞാൻ ആ സ്റ്റിക്കർ ഒട്ടിച്ചൊരു ക്രാബ്, പിന്നെ എന്താണ് ക്രാബ്, പിന്നെ 2 ക്ലിപ്പ്. ഈ ക്ലിപ്പ് എൻ്റെ പഴയ വീട്ടിലത്തെ ഒരു ഫ്രണ്ടിക്ക് എന്താണ് ഇതേപോലത്തെ പിങ്കും. അത് അവളെന്താണ് അവൾ എല്ലാവർക്കും ഇങ്ങനെയുള്ള ഷെയർ ചെയ്യും. അപ്പോൾ അവൾക്ക് എന്തൊക്കെയാണ് എനിക്ക് തരും. അതും ഇതിൻ്റെ വേറെ ടൈപ്പ് കൂടി ഉണ്ട് തോന്നുന്നു. ഇതും എനിക്ക് അവൾ തന്നെയാണെന്നാണ് അവളുടെ ശ്രീസാനികാണ് പേര്. പിന്നെ ഈ 2 ക്ലിപ്പ്, പിന്നെ ഈ ക്ലിപ്പല്ല കമ്മിൽ നിറഞ്ഞ, പിന്നെ ഈ 2 ക്ലിപ്പ് എൻ്റെ മുടിയിൽ കുത്തി നിൽക്കില്ല. ഈ ബട്ടർഫ്ലൈൻ്റെ ഒരു ക്ലിപ്പാണ്. ഫുള്ളും കഴിഞ്ഞിട്ട് വരുന്നത് ഇവിടെ സ്ക്വിഷി വേറെ പേപ്പർ എടുത്തുണ്ടാക്കാൻ. എന്നാലും എനിക്ക് തന്നെ കിട്ടണേ. വേറെ പെരുമാറ്റി അയ്യോ നെയിം സ്ലിപ്പ് ഇടാൻ മറന്നേനെ കേസ്. നെയിം സ്ലിപ്പ് ഇടാം. സ്റ്റെപ്ലെയർ എവിടെ? കടക്കാം. ഫസ്റ്റ് അതിനെ പൊട്ടിപ്പോയി. ഇത് കുറേ നേരം എടുക്കും ഗേസ്. എന്നിട്ട് കാർഡ്ബോർഡിൽ ഒട്ടിച്ചപ്പോൾ ഇതാണ് ഒട്ടിക്കട്ടെ ഗേസ്. ഒട്ടിക്കല്ല നിൽക്കട്ടെ. ബ്ലൈൻഡ് ബാഗുകൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇങ്ങനത്തെ കുറേ ബ്ലൈൻഡ് ബാഗ് കളക്ഷൻ തുടങ്ങും. അതൊക്കെ ഒരു കവറിലാക്കി വയ്ക്കും. എന്നിട്ട് നമ്മൾ വലിയ വെക്കേഷൻ സ്കൂൾ അടയ്ക്കില്ലേ വലിയ വെക്കേഷൻ, അപ്പം എന്നെ തുറക്കും. അതിനൊരു ലവ് വീഡിയോ ആയിട്ടാണ് കിട്ടാനൊക്കെ ഉണ്ടാക്കിയ വീഡിയോ അയച്ചാണ്. പിന്നെ നല്ലൊരു സ്പെഷ്യൽ പണി കിട്ടി. ഞാൻ ഫസ്റ്റത്തെ വീടുണ്ട്. ഫസ്റ്റിന് എൻ്റെ ഇതേപോലത്തെ 3 കവറാണ്. പക്ഷേ ഒരു പെട്ടിയിലാക്കിയിട്ട് ഇടണ സാധനങ്ങളൊക്കെ വേണ്ടി കവറിലാക്കിയിട്ട് ഓരോ പേരുണ്ടാക്കി വെച്ചിട്ട് ഫസ്റ്റത്തെ ഞാൻ ഈ ഒരു മെച്ചീരിൻ്റെ കവറിലിട്ട് വെച്ച് ഇതിൽ 2-3 കൂടി ഇടും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ബൈ ബൈ.